ഈ ശബ്ദ സന്ദേശത്തെ പറ്റി ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ അത് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയായിരുന്നു അല്പസമയങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, അല്പം കൂടി അതിനെ വീണ്ടും ഉറപ്പിക്കുന്ന രീതിയിൽ അത് കേട്ട പൊതുസമൂഹത്തിന് എന്താണെങ്കിലും അക്കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു പടി കൂടി കടന്ന് അവർ തമ്മിലുള്ള സന്ദേശം കൂടി വരുന്നു. വിശദാംശങ്ങൾ. രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രതിരോധങ്ങളൊക്കെ പാളുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ സത്യസംഭാഷണം ഇതുമായി ബന്ധപ്പെട്ട ചാറ്റിനെ സംബന്ധിച്ച സ്ക്രീൻഷോട്ടുകളും പുറത്തേക്ക് വരുന്നു. രാഹുൽ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിൻ്റെ പ്രതിരോധങ്ങളൊക്കെ അപ്പാടെ പാടുന്നതിൻ്റെ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഈ നിമിഷം നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ വേണ്ടി കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് വേണ്ടു മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. കൂടുതൽ ശക്തമായ തെളിവുകൾ രാഹുലിനെതിരെ വരുന്നു. അതേസമയം നേരത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള പരാതി മുന്നോട്ട് വരട്ടെ, അപ്പോൾ അത് സംബന്ധിച്ച കേസെടുക്കാം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത്. അങ്ങനെ ഏതെങ്കിലും പരാതി ഇനി ഔദ്യോഗികമായി പോലീസിലേക്കോ അല്ലെങ്കിൽ വനിതാ കമ്മീഷനിലേക്കോ വരുമോ എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി അവശേഷിക്കുന്നത്. അതേസമയം രാഹുലിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാട് കൂടി കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാത്രമാണ് രാഹുൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. MLA സ്ഥാനം ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട്. ഒരു MLA ഇങ്ങനെ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ഒരാൾ ഒരു MLA എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യം കൂടെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട്. ഇക്കാര്യത്തിൽ സ്വമേധ്യാ കേസെടുക്കാനുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുമോ? അതിനുള്ള സാധ്യതകൾ എത്രത്തോളമുണ്ട്? എത്രത്തോളം സംരക്ഷണം ഒരുക്കിയാലും തെളിവുകൾ സംസാരിക്കുമ്പോൾ മറ്റെന്തുകൊണ്ട് പ്രതിരോധിക്കാൻ? ഇവിടെ ഏതെങ്കിലും സമൂഹ മാധ്യമങ്ങളിലുള്ള ഈ പ്രചരിക്കുന്ന കാര്യങ്ങളുടെ പേരിൽ കേസെടുക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് നേരത്തെ പി സതീദേവി വ്യക്തമാക്കിയത്. കാരണം അങ്ങനെ പല ആളുകളുടെ പേരിൽ പല ഊഹാപോഹങ്ങളും റൂമറുകളും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിക്കാറുണ്ട്. പിന്നീട് അത് തെറ്റാണെന്ന് ചിലർ പറയുന്ന സാഹചര്യം പോലും ഉണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പരാതി വനിതാ കമ്മീഷന് മുന്നിലേക്ക് വരണം. വന്നാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നുള്ളത് തന്നെയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറയുന്നത്. പോലീസുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോഴും പോലീസിന് മുന്നിലേക്കും അങ്ങനെ ഒരു പരാതി, ഏതെങ്കിലും ഒരു യുവതിയുടെ പരാതി വന്നിട്ടില്ല. വന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ശരി അനു, എന്താണെങ്കിലും ഇപ്പോൾ ഗൗതം കൂടി തുടരുന്നുണ്ട്. ഗൗതം, ഈ പരാതി എന്നുള്ള ആ ഒരൊറ്റ പോയിന്റിലാണ് രാഹുലും പിടിച്ചു നിൽക്കുന്നത്. പരാതി വരട്ടെ, പരാതി വരില്ല എന്നുള്ള ഉറപ്പിന്മേൽ സംസാരിക്കുന്നത് പോലെ തന്നെയുള്ള സംഭാഷണമായിരുന്നു നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് കേട്ടത്. ഈ പരാതി വരില്ല എന്നുള്ള ഉറപ്പ് അത് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകും, അങ്ങനെയാണോ? അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണോ രാഹുൽ വിചാരിക്കുന്നത്? ഇത് ഒന്നിന് പിറകെ ഒന്നൊന്നായി പലവിധ കാര്യങ്ങൾ വരുമ്പോഴും സംഗീതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതി ഉണ്ടാകില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ഈ സ്ക്രീൻഷോട്ട്, ആ ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ മറ്റാരും പരാതി നൽകിയില്ലെങ്കിൽ പോലും ഈ സ്ക്രീൻഷോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരാതി എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താനാകുക. ഇതിൽ കൃത്യമായി പറയുന്നുണ്ട്, യുവതി ചോദിക്കുന്നു, എൻ്റെ തലയിലിട്ട് ഒഴിയുകയാണോ മാറുകയാണോ എന്ന് ചോദിക്കുന്നു. ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ മുൻപുണ്ടായിരുന്നത്, ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ടായിരിക്കുന്നു, നിങ്ങളൊരു സൊല്യൂഷൻ പറയണം. കയറി ചെന്ന ഉടനെ പിൽസ് തന്നു പറഞ്ഞു വിടാൻ ഡോക്ടർമാർ അങ്ങനെ തന്നു വിടില്ല. അതോടൊപ്പം തന്നെ ഞാനിതൊക്കെ വേറെ ആരോടാണ് പറയേണ്ടത്? എത്ര നാൾ ഇത് മൂടി വെച്ച് നടക്കും ഞാൻ എന്നത് ഉൾപ്പെടെയുള്ള കാര്യം ചോദിക്കുന്നു. നിങ്ങൾ നിൻ്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോ? രാഹുലിനോട് യുവതി ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ പോകും എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് പേടിയില്ലേ എന്നെല്ലാം ചോദിക്കുന്ന സമയത്ത് ഇതിലൊന്നും എനിക്ക് ഉത്തരവാദിത്തമില്ല, ഞാൻ ഒഴിയുകയാണ്, ഐ ക്വിറ്റ് എന്ന് പറഞ്ഞ് ഈ പ്രശ്നത്തിൽ നിന്നും ഒളിച്ചോടുകയാണ് രാഹുൽ ചെയ്യുന്നത്. എന്തായാലും നിലവിൽ പുറത്തു വന്നിരിക്കുന്ന സ്ക്രീൻഷോട്ടുകൾ, പുതിയ ചാറ്റുകൾ, പുതിയ വെളിപ്പെടുത്തലുകൾ അത് നേരത്തെ ഉള്ളതിനേക്കാൾ ഗൗരവതരമായ ചാറ്റുകളാണെന്ന് വ്യക്തമാക്കേണ്ടി വരും. യുവതി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്, ഇത് വൈദ്യസഹായമില്ലാതെ എങ്ങനെയാണ് ഈ മരുന്ന് കഴിക്കാൻ കഴിയുക? അങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? അത് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാനെങ്കിൽ നിങ്ങൾ തയ്യാറാകുമോ? എന്നിട്ട് വേണം സംസാരിക്കാൻ എന്ന തരത്തിൽ പറയുന്നു. അപ്പോഴും പറയുന്നത്, നിങ്ങളിത് കൈകാര്യം ചെയ്യുക, നീ ഇത് നോക്കിക്കൊള്ളുക,
യു മാനേജ്, ഐ ആം ക്വിറ്റിംഗ് എന്നുള്ള നിലയിലാണ് രാഹുൽ മറുപടി നൽകുന്നത്. അപ്പോൾ തന്നെ ഈ യുവതി പറയുന്നു, എനിക്ക് കുട്ടിയുമായി വൈകാരികമായ അടുപ്പമുണ്ട്, ആ അടുപ്പം എനിക്ക് മറക്കാൻ കഴിയില്ല, ഞാനൊരു സ്ത്രീയാണ് എന്നവർ പറയുന്നു. അപ്പോഴും രാഹുൽ പറയുന്നത്, എനിക്ക് അത്തരത്തിലുള്ള വൈകാരിക കാര്യങ്ങളൊന്നുമില്ല, നീ ഇതെങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്തുകൊള്ളുക, ഞാൻ എന്തായാലും ഈ പ്രശ്നത്തിലേക്കില്ല, ഇത് എൻ്റെ തലവേദന കേസല്ല എന്നുള്ള നിലയിൽ പറഞ്ഞു വെക്കുകയാണ് രാഹുൽ. ഒരുപക്ഷെ നമ്മൾ ഇപ്പോൾ പുറത്തുവരുന്ന സ്ക്രീൻഷോട്ട് പരിശോധിച്ചാൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, ഒരു പൊതുപ്രവർത്തകൻ ഈ നാട്ടിലെ സ്ത്രീകളോട് നടത്തിയിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ തീർച്ചയായും അത് തന്നെയാണ്. ഒരു ജനപ്രതിനിധി, ഒരു പുരുഷൻ, ഏറ്റവും മിനിമമായി പറയുമ്പോൾ ഒരു പുരുഷൻ അത് ഒരു സ്ത്രീയോട് ചെയ്യേണ്ട കാര്യമാണോ ഇത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അനു കൂടി ചേർന്നു. അനു, ഇക്കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള വലിയ ഭാരിച്ച ഉത്തരവാദിത്തത്തെ പേറുന്ന ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭയിൽ വലിയ, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വലിയ മാന്യത ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ മുഖമാണ് അഴിഞ്ഞു വീഴുന്നത്. ഈ ഒരു സാഹചര്യം കൂടി എങ്ങനെ വിലയിരുത്തുന്നു ഓരോ തെളിവുകൾ കൂടി വരുമ്പോൾ? നമുക്കറിയാം, കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ വലിയ സമരങ്ങൾ നയിച്ചു വന്നയാളൊന്നുമല്ല. ചാനൽ ചർച്ചകളിലൂടെ ഒക്കെ വന്നയാളാണ്. അത് യൂത്ത് കോൺഗ്രസിനകത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ പല ഘട്ടങ്ങളിൽ പറയുന്നുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാകാൻ നേരത്തെ തന്നെ രാഹുലിനെതിരെ പല വാർത്തകൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പുറത്ത് വന്നിരുന്നു. ഈ വ്യാജരേഖ അടക്കം പുറത്തേക്ക് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പോകുന്നത്. അങ്ങനെ പാർട്ടി ഒറ്റക്കെട്ടായി രാഹുലിനൊപ്പം നിൽക്കുകയും പ്രത്യേകിച്ച് ചാനൽ ചർച്ചകളിലൊക്കെ വളരെ കൗണ്ടർ അടിച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിരാളികളെ കൃത്യമായി കടന്നാക്രമിച്ചുകൊണ്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാഷണം ശൈലിയൊക്കെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ആവേശമുണ്ടാക്കിയതാണ്. അങ്ങനെയാണ് രാഹുൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പാലക്കാട് നിന്ന് MLA ആയി എത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ രാഹുലിന് മുമ്പ് എത്ര നേതാക്കൾ ഈ സമരം ചെയ്തും അടികൊണ്ടുമൊക്കെയുള്ള വളരെ അധികം നേതാക്കളൊക്കെ ഉണ്ട്. ഏതായാലും രാഹുൽ MLA ആയിട്ട് എത്തുന്നു. പക്ഷേ നോക്കൂ, ആ എത്തിയ നേതാവ് എത്രമാത്രം സ്വഭാവ ദൂഷ്യമുള്ള വ്യക്തിയാണ് എന്നതിൻ്റെ തെളിവുകളാണ്, സംസാരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത് രാഹുൽ പറഞ്ഞതുപോലെ എനിക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷൻ തന്നെ തുടങ്ങേണ്ടി വരുമെന്ന് രാഹുൽ പറഞ്ഞത് സത്യത്തിൽ അത് സത്യമാണ്. രാഹുലിനെതിരായിട്ടുള്ള പരാതികൾ കൈകാര്യം ചെയ്യാൻ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ തുടങ്ങേണ്ടുന്ന ഗതികേട് ഒരവസ്ഥ ഉണ്ടാകും. കാരണം അത്രമേൽ പരാതികൾ രാഹുലിനെതിരെ വരുന്നുണ്ട്. ഇന്ന് ACCക്ക് മാത്രം 9ഓളം പരാതികൾ എത്തി എന്നുള്ള വാർത്ത നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു. അങ്ങനെ നിരവധി പരാതികൾ രാഹുലിനെതിരെ എത്തുന്നു. ഒരു MLA, കേരളത്തിലെ യുവാക്കളുടെ, യുവതികളുടെ, അമ്മമാരുടെ, പെങ്ങന്മാരുടെ, സ്ത്രീകളുടെ ഒക്കെ പ്രതിനിധിയായി ഒരു MLA നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയധികം സ്ത്രീകളുടെ പരാതിക്കാരായി. അത് നോക്കൂ, കോൺഗ്രസിലെ ഒരു സമുന്നതനായ MP-യുടെ മകളോട് പോലും ഈ തരത്തിൽ അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവ് എങ്ങനെയാണ് ഒരു MLA ആയി തുടരുക എന്നുള്ള ചോദ്യം അത് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. പാലക്കാട് വലിയ പ്രതിപക്ഷ അല്ലെങ്കിൽ പാലക്കാട് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് എന്ത് തീരുമാനമുണ്ടാകുമെന്നുള്ളതും ഇനിയുള്ള മണിക്കൂറുകളിൽ ഏറ്റവും പ്രസക്തമാണ്. തീർച്ചയായും അനു, ഗൗതം കൂടിയുണ്ട്. ഗൗതം, ആ യുവതി പറയുന്ന വാക്കുകൾ, അതിൽ പറയുന്നു, എൻ്റെ വയറ്റിൽ വളരുന്ന ജീവനോട് എനിക്ക് വൈകാരികമായ അടുപ്പമുണ്ട്, തനിക്കതൊരിക്കലും മനസ്സിലാവില്ല, രണ്ടിനുമിടയിൽ കിടന്ന് വീർപ്പ് മുട്ടുമാ ഞാൻ എന്നൊരു യുവതി പറയുകയാണ്. അത് വളരെ സ്നേഹബന്ധത്തിൽ ഇരുന്ന രണ്ടു പേർക്കിടയിൽ ഒരാൾ സംസാരിക്കുകയാണ്. അത്തരം വൈകാരികമായ ഒരു വലിയ തലത്തിലൂടെ ആ യുവതി കടന്നു പോകുമ്പോൾ ഇത്രയും വലിയ ഉത്തരവാദിത്തപ്പെട്ട വലിയ സമരങ്ങൾക്കൊക്കെ മുമ്പിൽ നിന്നിട്ടുണ്ട് എന്ന് ഘോരം സംസാരിക്കുന്ന ഒരു യുവ നേതാവ് അതിനൊരു പരിഹാരമായി ഇത് താങ്കൾ തന്നെ മാനേജ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ആ വാക്കുകളിലെ വൈകാരികത അത് എത്രത്തോളമുണ്ട് ഗൗതം? തീർച്ചയായിട്ടും സംഗീത, ഈ യുവതി വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, തൻ്റെ അമ്മയെ കാണുമ്പോൾ, അതായത് യുവതിയുടെ അമ്മയെ കാണുമ്പോൾ കരഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് മാനസികമായി തകർന്നിരിക്കുന്ന ഘട്ടത്തിലാണ് രാഹുലിനോട് ഇക്കാര്യങ്ങൾ പറയുകയും തുറന്നു പറയുകയും ഈ രാഹുലിനോട് തൻ്റെ സംരക്ഷണം ഏറ്റെടുക്കണമെന്നുള്ള നിലയിലുള്ളൊരു ആവശ്യവുമായി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്ക് ഈ മെസ്സേജുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു സ്ത്രീ അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ എങ്കിൽ പോലും അവരെ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം
വ്യക്തമാക്കുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് വരുന്നത്. എൻ്റെ വയറ്റിൽ ഒരു ജീവനുണ്ട്, അതായത് എനിക്ക് ആ കുഞ്ഞിനോട് വലിയ വൈകാരികമായ ബന്ധമുണ്ട് എന്ന് പറയുകയും അതിനെ ഒഴിവാക്കാൻ കഴിയില്ല, ഞാനൊരു സ്ത്രീയാണ് എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ ഭരണഘടന അനുസരിച്ച് നിയമപരമായ അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഈ നാട്ടിലെ പൗരന്മാരുടെ ജീവനും സ്വത്തിനും അന്തസത്തയ്ക്കും ആത്മാഭിമാനത്തിനും ഒക്കെ സംരക്ഷണം ഒരുക്കണമെന്നും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ഒരാൾ ഒരു സ്ത്രീയോട്, അതും ഈ നാട്ടിൽ വളരെ അഭിമാനത്തോടു കൂടി ജീവിക്കേണ്ട ഒരു സ്ത്രീയോട് കാണിച്ചിട്ടുള്ള വളരെ ക്രൂരമായ ഇടപെടലിൻ്റെ നേർസാക്ഷ്യമായി മാറുകയാണ് ആ യുവതിയുടെ വാക്കുകൾ. അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഇത്തരത്തിൽ മെഡിസിൻ കഴിക്കാൻ കഴിയില്ല, ഈ മെഡിസിൻ കഴിച്ചാൽ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ആ മെഡിസിൻ കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല, ഡോക്ടറുടെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ പോലും ഇവിടെ അതിന് മറ്റു വഴികളുണ്ട്, മറ്റു തരത്തിലുള്ള മരുന്നുകളുണ്ട്, ആ മരുന്നുകൾ പരീക്ഷിക്കാവുന്നതാണ് തുടങ്ങി ഇത് എങ്ങനെയെങ്കിലും ഒഴിവാക്കുക എന്ന തരത്തിലേക്ക്, ഈ യുവതിയെ ഒഴിവാക്കുക എന്ന തരത്തിലേക്ക്, ഈ യുവതിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ദുരിതത്തിൽ നിന്ന് അവരെ കൈയൊഴിയുക എന്ന നിലയിലേക്ക് രാഹുൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ് മെസ്സേജുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമായി മാറുകയാണ്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചത് തനിക്കെതിരെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പരാതികൾ ഉണ്ട് എന്ന നിലയിലുള്ളൊരു പ്രതിരോധമായിരുന്നെങ്കിൽ ഇത് കൂടുതൽ വ്യക്തമായി എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായി വ്യക്തമാകുന്നു. സർക്കാരിൻ്റെ അന്തഃചിത്രങ്ങളെ മറച്ചു വയ്ക്കാൻ തനിക്കെതിരെ ഗർഭചിത്രത്തിൻ്റെ വാർത്തകൾ ഉന്നയിക്കുകയാണ് അടിസ്ഥാനരഹിതമായി എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതെങ്കിൽ ഇപ്പോഴിതാ കൃത്യമായ തെളിവുകൾ, എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത് എന്നത് വ്യക്തമാക്കുന്ന വാക്കുകൾ പുറത്തു വരുന്നു. അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാട്സപ്പിൽ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വാട്സപ്പിൽ വേണ്ട, ടെലഗ്രാമിലേക്ക് വരണം, ടെലഗ്രാമിൽ സംസാരിക്കാം എന്ന് പറഞ്ഞ് യുവതിയോട് ടെലഗ്രാമിൽ ചാറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ടെലഗ്രാമിൽ നടത്തുന്ന സംഭാഷണത്തിലാണ് രാഹുൽ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. ഈ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന തരത്തിൽ തന്നെ യുവതിയോട് സംസാരിച്ചിരിക്കുന്നു. ആ യുവതി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു അത്തരത്തിൽ ഒഴിവാക്കാൻ കഴിയില്ല, മരുന്ന് കഴിക്കാൻ കഴിയില്ല, ജീവിതത്തിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്, ഇവിടെ നിങ്ങൾ ഒപ്പം നിൽക്കണമെന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ രാഹുൽ കൈയൊഴിഞ്ഞു പോകാൻ തീരുമാനിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായി ആ കുട്ടി പറയുന്ന മെസ്സേജ് നമുക്ക് മുൻപിലുണ്ട്. ഞാൻ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്ന് എനിക്കറിയാം, അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അറിവുണ്ടോ, നിങ്ങൾ ഈ മരുന്ന് കഴിച്ചത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്യാനുള്ള മിനിമം ധാരണയെങ്കിലും ഉണ്ടോ എന്ന് യുവതി ചോദിക്കുന്നു. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നത് എന്ന് യുവതി മെസ്സേജിലൂടെ ചോദിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരു സ്ത്രീയോട് എങ്ങനെ ഇത് ചെയ്യാൻ കഴിയും എന്ന് അവർ ആവർത്തിക്കുന്നു. ഇതിൻ്റെ പാപഭാരവും ഇത് തൻ്റെ മാത്രം പ്രശ്നമായി മുന്നോട്ട് കൊണ്ടുപോകണമോ, താൻ മാത്രമാണോ ഇതിൽ ഉത്തരവാദി എന്ന് യുവതി ചോദിക്കുമ്പോൾ നിങ്ങൾ മാത്രമാണ് ഉത്തരവാദി എന്നും എനിക്കിതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞ ഐ ക്വിറ്റ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഈ നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നു. ഈ സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ പരാതികളിലേക്ക് അല്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് നേരത്തെ സതീദേവി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച സാഹചര്യത്തിൽ ഇത് ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമായി വരുന്നു. കെ ശൈലജ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ